അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പം ഞാനിന്ന് എൻ്റെ ഉമ്മയുടെ ഈ മരണത്തെ കുറിച്ച് പറഞ്ഞു തരാം ട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമാണ് എൻ്റെ മുന്നേ തന്നെ എൻ്റെ പണ്ടങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പെര വാങ്ങാൻ പൈസ തികയാഞ്ഞിട്ട് വന്നിട്ട് കച്ചവടമായിട്ട് പിന്നെ പൈസ കൊടുക്കാൻ തികയായിട്ട് വന്നിട്ട് പണ്ടൊക്കെ മേടിച്ചു പറഞ്ഞില്ലേ. എന്നിട്ട് പണ്ടൊക്കെ മേടിച്ചു കൊണ്ടുപോയി ഒക്കെ പണയം വെച്ചിട്ട് ഇട്ടിട്ടാണ് നമ്മൾ പൈസ കൊടുത്ത് റൈസറൊക്കെ കഴിഞ്ഞ് പോയിട്ട് എന്നെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് സമാധാനത്തിൽ വിരുന്നേക്കുന്നു കേട്ടോ. വിളിച്ചു പറഞ്ഞു. ഞാൻ അവിടെ 2 ദിവസം നിന്നു. എന്നിട്ട് വന്നു. അങ്ങനെ പിന്നെ എൻ്റെ ആങ്ങള ഗൾഫിൽ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റത്തെ മോനുണ്ടായി, ഫസ്റ്റത്തെ കുട്ടി ഉണ്ടായി. കുട്ടിയുടെ 1 വയസ്സ് ബർത്ത്ഡേ അന്ന് എൻ്റെ അനിയത്തിക്ക് കല്യാണം വന്ന് ശരിയായി. എൻ്റെ നേരത്തെ ഉള്ളവൾക്ക് അവളുടെ കല്യാണം ശരിയായി. അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടിയായി. പിറ്റത്തെ വർഷം വീണ്ടും കുട്ടിയായി. അപ്പം അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷം അവൾക്ക് വീണ്ടും അങ്ങനെ അവൾക്ക് രണ്ടാളായി. അത് കഴിഞ്ഞ പാട് ഇവിടുത്തെ ഇപ്പം മരിച്ചു. എൻ്റെ അമ്മോശൻ മരിച്ചു. എൻ്റെ മൂത്തച്ഛൻ വേറെ പോയി. അപ്പോൾ ഞാൻ തന്നെ ഉള്ളു. ഇളയച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പം മരിച്ചു നോക്കുമ്പോൾ ഇമ്മ ഇതേ ഇരിക്കല്ലേ. അപ്പോൾ ഇവിടെ ആൾ വേണ്ടേ. ഇമ്മ ഇതേ ഇരിക്കുക. 4 മാസം 10 ദിവസം ഇരിക്കണ്ടേ. അപ്പം ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഇവർക്ക് പോയിട്ട് തന്നെയല്ല. ആ സമയത്ത് എൻ്റെ ഉമ്മക്ക് വെച്ചാണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. 3 കഴിഞ്ഞൊക്കെ വന്നു. എപ്പോഴൊന്നും വരാറില്ല. 3 കഴിഞ്ഞൊക്കെ വന്നു. അപ്പോഴൊക്കെ ചുമയും ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ട്. എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫോൺ എന്താ വർത്താനം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വർത്താനം വെച്ചാന്നും പറയാം. അങ്ങനെ ഉമ്മാക്ക് തീരെ വെച്ചാണ്ടായിരിക്കണു. കേട്ടോ. ഉമ്മ കജ്ജിലൊന്നും പിടിച്ചാൽ കിട്ടാതെ ഒരു ഭാഗം തരിപ്പും കയ്യിലെന്ത് പിടിച്ചാലും വീഴുക. പാത്രം കഴുകാൻ വയ്ക്കില്ല. ഒന്നും വയ്ക്കില്ല. അങ്ങനെ ഉമ്മ മൂക്കിന്ന് ബ്ലഡ് വന്നു നോക്കുമ്പോൾ ഉമ്മ വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് ECG എടുക്കാൻ ടോക്കനൊക്കെ എടുത്ത് ബില്ലൊക്കെ എടുത്ത് ECGക്ക് ബില്ലൊക്കെ അടച്ചിട്ട് പിന്നെ പേടിയായിരുന്നു. അതായത് ഞങ്ങളൊക്കെ ഉമ്മ കുടിയിലാണ് പ്രസവിച്ചത്. ഉമ്മക്ക് സൂചി വെക്കണം പേടിയാണ്, സൂചി വെക്കണം കാണും പേടിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ പ്രസവത്തിന് പോയിട്ട് സൂചി വെക്കാൻ ഉമ്മ ഒഴിഞ്ഞു വിചാരിച്ചു. കാണാനും വയ്ക്കില്ല. ഉമ്മണ്ട് ഒഴിഞ്ഞു മാറിപ്പോകും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഉമ്മയാണ്. അപ്പൊ ECG എടുക്കാൻ കയറി എന്തൊക്കെ ഉണ്ടാകുകയാണാവോ വെച്ചിട്ടേ ഒറ്റക്കെ പോയിക്കുന്നു. ബില്ലടച്ചിട്ട് പോന്നു. അത് എൻ്റെ ഇളയമാനോട് പറഞ്ഞു നോക്കുമ്പോൾ ഇളയമ്മ എന്ത് തട്ടിക്കുന്നു, വേഗം അൽസിഫേക്ക് കൊടുക്കും പിറ്റേന്നത്തെ. അപ്പൊ അൽസിഫേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബുക്ക് തുടങ്ങിയിട്ടോ വയറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സഞ്ചാരമൊക്കെ കൂടെ എന്തൊക്കെയാണല്ലോ ഒരു ടെൻഷൻ. എൻ്റെ ഉമ്മാക്ക് എന്താണാവോ വെച്ചിട്ട് ഞാനും പണി കഴിച്ച് 10 മണി അവർ എത്തിക്കുന്നു. 10 മണി ഞാനും പോയി. വേമ്പടുത്ത ഉമ്മ ഇതേക്കല്ലേ എല്ലാ പണി കഴിഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ ചെക്ക് പെരേന്ന് എടുക്കുമ്പോൾ എല്ലാ പണി കഴിഞ്ഞിട്ട് പണിയൊക്കെ സമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എല്ലാം അതും ചോറും ചാറും തിരുമ്പലും കുളിയും തുടക്കലും മുറ്റടിക്കും ഒന്നും ഒഴിവാക്കൂല. ഒക്കെ ചെയ്ത് വെച്ചിട്ടേ പോകും. പിന്നെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക 2 ആളല്ലേ. ഒരാൾക്ക് 1 വയസ്സായിട്ടില്ല, ഒരാൾക്ക് 3 വയസ്സ്. 3 വയസ്സ് അങ്ങനെ 2 ആളായിട്ടും ആ ഡോക്ടർ വിളിച്ചിട്ട് ആശുപത്രിക്ക് പോയി. അപ്പൊ അവിടെ എന്താ വെച്ചിട്ട് അമ്മ പൈസ കൊണ്ട് തന്നെ വന്നിക്കണ്. MR സ്കാനിങ്ങോ അല്ലാതെ കൊടുക്കാൻ വേണ്ടി. അപ്പൊ അന്ന് നോട്ട് നിരോധിച്ചിട്ട് അന്ന് മുതൽ പൈസ എടുക്കും. 2000-ന്റെ നോട്ട് കൊടുക്കൂല, 500-ന്റെ നോട്ട് കൊടുക്കൂല. അമ്മ കൊടുന്ന പൈസ എടുക്കൂല. എന്നിട്ട് എന്നോട് പറഞ്ഞു അവിടുന്ന് പൈസ എന്തെയാണെങ്കിൽ ഞാൻ കൊടുന്ന പൈസ എടുക്കില്ല. അപ്പൊ ഞാൻ അടുത്ത ഒരു പടക്കൂറിയൊക്കെ നടത്തണതാണ്. അവളോട് പൈസ ചോദിച്ചു 2000 ഉറുപ്പിക മേടിച്ചിട്ട് പോയി. എന്നിട്ട് അത് കൊണ്ടുകൊടുത്തു. അതുകൊണ്ടൊക്കെ അത് 150 ഒക്കെ 2000 അല്ല അങ്ങനെ എടുത്തുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല. MR സ്കാനിങ്ങിന് 5000 ഉറുപ്പിക ഉണ്ട്. എന്തൊക്കെ സ്കാനിങ്ങൾ ഞാൻ ഉമ്മാനെ കണ്ടേക്കും പറ്റിയേക്കും. ഞാൻ അവിടെ പോയിട്ട് കണ്ടു ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടികളായിട്ട് ഇപ്പൊ പുടുത്തം വിട്ടു. ഞാന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് കൊറേ കരഞ്ഞു. എന്നിട്ട് പിന്നെ ഉമ്മാനെ കാണിക്കാനും പറ്റൂല. എന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോയി. പറ്റായിരുന്നു കേട്ടോ. കണ്ടോക്ക് മെലിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് 52 വയസ്സിലാണ് അമ്മ മരിച്ചത്. നല്ല തടി, അത്യാവശ്യം തടി കുഴപ്പമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ നടന്നിരുന്ന മനസ്സത്തിയല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് കണ്ടു നോക്കുമ്പോഴേ പറഞ്ഞേക്ക് തന്നെ ഞാൻ തകർന്നു നിൽക്കും. പിന്നെ കണ്ടു നോക്കുമ്പോ ഒന്നും കൂടി തകർന്നു. പിന്നെ പോയി. പിന്നെ MR സ്കാനിങ് എടുക്കാനും കഴിയുമ്പോ കുലുക്കൂസൊക്കെ കയറ്റിയിട്ടാണ് ആ സൂചിയൊക്കെ വെച്ചത് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരഞ്ഞു മാറി നിന്നിട്ട് കരഞ്ഞു. ഞങ്ങളൊക്കെ സൂചി
വരുന്നുണ്ട് അമ്മ വെക്കാൻ വരുന്നുണ്ട്. സിസ്റ്റർമാരെ കണ്ട അമ്മ പോയിട്ടുണ്ട്. അടുത്ത ആളെ കഴിച്ചുമ്പോൾ സൂചിയുണ്ടാക്കും ഇപ്പോഴും സഹിച്ചില്ല കേട്ടോ. എന്നിട്ട് പിന്നെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മാനെ പുറത്താക്കിയിട്ട് ഇളയമ്മാനെ ഡോക്ടർ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് കിട്ടിയിട്ട് റിസൾട്ട് മറിച്ചാട് അരമണിക്കൂർ വരെ എന്നിട്ട് പോയി നോക്കുമ്പോൾ ഉമ്മാനെ നോക്കിയില്ല. ഉമ്മാനെ പുറത്താക്കിയിട്ട് പറഞ്ഞു ഇനിയും പുറത്താക്കി. ഇളയമ്മാനോട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു നോക്കും. ഇളയമ്മ വരുമ്പോൾ കണ്ണും കരഞ്ഞിട്ട് കണ്ണും മുറൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പം ഉമ്മാക്ക് മനസ്സിലായിക്കൊണ്ടു. മനസ്സിലായി എന്തോ ഒന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് മരിക്കാനൊന്നും പേടിയില്ല എന്താണെന്ന് ചോദിച്ചോ കഴിച്ച് അവളോട്. ഞാൻ ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. അത് കുഴപ്പമൊന്നുമില്ലാന്നേ പറഞ്ഞു, മരുന്ന് കൊണ്ട് മാറും പറഞ്ഞു. ഉമ്മാക്ക് മനസ്സിലായിക്കോളും. പിന്നെ അമ്മ മൂക്കിൽ കൂടെ ബ്ലഡ് വന്നിട്ട് അപ്പോൾ ഡോക്ടറിനോടും പറഞ്ഞിട്ടില്ല ഞങ്ങളോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ മനസ്സിലേച്ചിരിക്കുക. അപ്പൊ തന്നെ ഉമ്മാക്ക് സംശയമുണ്ട്. അങ്ങനെ അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ പോന്നു. ഓട്ടോറിക്ഷക്കാരന്മാരുടെ നമ്പർ എടുത്തിട്ടുണ്ട്. ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മാന്റെ നമ്പർക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷ വിളിക്കൊക്കെ വേറെ വാടക ഉണ്ട് പോകുക പറഞ്ഞിട്ട് പോകാതിരിക്കണമെങ്കിൽ ഞാൻ പോട്ടെ. അപ്പൊ ഞാൻ കുട്ടിയായിട്ട് പിന്നെ പോയാൽ പിന്നെയും വേണ്ട വേറെ കണ്ടു വിളിച്ച്. അപ്പൊ ഞാൻ പോകുന്നു. അവര് പിന്നെ കുറേ നിന്നിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ഡോക്ടറെ കാണിച്ചിട്ട് കുറേ നിന്നിട്ടാ പോയിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഭേദമുണ്ട്. അമ്മ നേരെ പോയിക്കോളൂ പച്ചമരുന്ന് കുടിക്കാൻ എൻ്റെ തമിഴ്നാട്ടിൽ ഘട്ടത്തിലാണ്. എന്നിട്ട് അവിടുന്ന് പച്ചമരുന്നിൻ്റെ അവിടെ കാണിച്ച് പച്ചമരുന്ന് കുടിച്ച് അവളോടെ നിൽക്കാൻ വെച്ചാൽ അവളോടെ കിടക്കും. എന്നിട്ട് ജനുവരിയിൽ എൻ്റെ രണ്ടാമത്തെ താത്താൻ്റെ കുടിയിരിക്കല. അവളെ പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ പോയി. ഇപ്പം മരിച്ചിട്ട് പോയിട്ട് തന്നെ ഉണ്ടാകുന്നില്ല കുടിക്ക്. അവളെ കുടിയിരിക്കലിനാണ് പോകുന്നത്. അപ്പോൾ 3 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ തോന്നാലും അമ്മയുടെ ഇത് കഴിഞ്ഞിട്ടില്ല. ഇത്ര ഇരിക്കുന്ന കണ്ട് ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പോയി. ഞാനും പോയി. എൻ്റെ അനുസരിച്ച് വന്നു. അപ്പം അവിടെ ഇല്ല. എന്നിട്ട് പിറ്റേന്ന് തലേന്ന് പോയത്. പിറ്റേന്ന് അവളെ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് ഞാനും എൻ്റെ മാപ്പിളയും എൻ്റെ അനുസരിച്ചുള്ള മാപ്പിളിൻ്റെ ചെറിയ അനുസരിച്ചും പാടെ ചെറിയോളെ മുംബൈയിലാണ് പഠിക്കുന്നത്. പോയി ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയേക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടാ ഇജ്ജിൻ്റെ മാറോളം എൻ്റെ അടുത്ത് നിൽക്കുച്ചെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് കുടി. കണ്ടേക്കെ ഉമ്മനെ കണ്ടേക്ക് തന്നെ ഇറന്നെങ്കിൽ പൊട്ടിട്ടോ അതുകൊണ്ട് കരഞ്ഞു. ഞങ്ങളും കരയാൻ പറ്റുമല്ലോ. എന്നിട്ട് പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുക എൻ്റെ മാറോളം എൻ്റെ ഒപ്പം നിൽക്കുച്ചെങ്കിൽ ഞാൻ കുടിയൊക്കെ പോരാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാണ്. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം. ഞാൻ കുടി ഇവിടെ ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. മാപ്പിളോട് ചോദിച്ചിട്ടില്ല, അമ്മായിമാരോട് ആരോടും ചോദിച്ചിട്ടില്ല. നിൽക്കാ പറഞ്ഞു. എന്നിട്ട് മട കരച്ചില്ല കിട്ടിയ പോലും അങ്ങനെ പറ്റായിരുന്നു. എന്നിട്ട് നിൽക്കാ പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന ഞങ്ങൾക്ക് പോയതിൻ്റെ പിറ്റേന്ന അവിടുത്തെ ഭക്ഷണം തമിഴ്നാട്ടിലത്തെ ഭക്ഷണം വയ്ക്കുന്നവർക്ക് തന്നെ അവിടെ ചെന്നാൽ പറ്റില്ല, നമുക്ക് തന്നെ പറ്റൂല. വേറൊരു ചോയി എങ്ങനെ വെച്ചാലും അവിടുത്തെ മസാലകളും പൊടിയൊക്കെ ഒരു വ്യത്യാസം. ഞങ്ങൾ വയ്യാത്തോടത്തും ഉമ്മാക്ക് പറ്റും. അതുകൊണ്ട് പിറ്റേന്ന അന്ന് ഞങ്ങളവിടെ നിന്നു. പിറ്റേന്ന മാനിട്ട് പോന്നു. നമുക്ക് തീരെ വയ്യ പിടിച്ചിട്ട് 2 പുറം പിടിച്ചിട്ടൊക്കെ ട്രെയിനിന് തന്നെ പോകുന്നു. എന്നിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് പിന്നെയും പച്ചമരുന്നിന് പോകണം. പച്ചമരുന്നിന് തന്നെ അമ്മ പോവുള്ളൂ, എവിടേക്കും പോകില്ല. നമുക്ക് പേടിയാണ് സൂചി വെക്കണ കാരണം. എങ്ങനെയാലും ഹോസ്പിറ്റലിൽ പോയി സൂചി വെക്കുമല്ലോ. രക്തം പരിശോധിക്കണം, ഗ്ലൂക്കോസ് കയറ്റണം, അല്ലെങ്കിൽ ആ ടെസ്റ്റ് വേണ്ട. നമുക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ 1 മാസം കൂടി വന്നു മരുന്ന് ഇങ്ങനെ കലക്കി കൊടുക്കുന്നുണ്ട്, പൊടിയരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും തിന്നണമൊന്നുമില്ല, ഭക്ഷണമൊക്കെ കുറവായിക്കണു. പിന്നെ മരുന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഛർദി തുടങ്ങി. 1 മാസമായപ്പത്തിന് 1 മാസം തികയണമെന്ന് വീണ്ടും കൊണ്ടു. അപ്പോൾ ആരുമില്ല, ഞാനും ഈ 2 പൈതങ്ങളായിട്ട്. എൻ്റെ അനുസരിച്ച് 9 പഠിക്കോൾക്ക് എക്സാം ആകും ചെറുത്. മറ്റോള് പോയിക്കണല്ലോ. മറ്റോള് കോയമ്പത്തൂർ അന്ന് തന്നെ പോയി. എന്നിട്ട് ഞാൻ ഈ മക്കളായിട്ട് പോയി ഓട്ടോറിക്ഷ വിളിച്ച് ഷൊർണൂർ പോയി. ഷൊർണൂർ ട്രെയിൻ കയറി. ട്രെയിൻ നിർത്തിയിട്ട് അതിൽ കയറി കുഴപ്പമുണ്ടായില്ല. പിന്നെ അവിടേക്ക് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് ട്രെയിൻ പോകും. അപ്പോൾ അവിടേക്ക് താത്താനോട് വരാൻ പറഞ്ഞു. നമുക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ ഇരുന്ന് നിരങ്ങിയിട്ടൊക്കെ ഇറങ്ങിയത്. 2 കുട്ടികളും നിരങ്ങിയിട്ടൊക്കെ ഇറങ്ങി അവിടെ ഇരുത്തി. താത്ത വന്ന് താത്ത ഉമ്മാനെ പിടിച്ച് ഞാൻ കുട്ടികളെയും പിടിച്ച്. പിന്നെ ബാഗിൽ തുണിപ്പായും മഴ മരുന്നും ബാഗും ഉണ്ട്. അങ്ങനെ അതൊക്കെ പാടായിട്ട് ഓട്ടോറിക്ഷ വിളിച്ച്. ഓട്ടോറിക്ഷ അടുത്ത് എത്തണ്ടേ, ട്രെയിൻ ഇറങ്ങിയാലും വേണ്ട ഓട്ടോൻ്റെ അടുത്ത് എത്ത. വയ്യാത്ത അവർക്കത് വയ്ക്കുന്നവർക്ക് വില ഉണ്ടാവില്ല, വേഗം നടന്നു പോവാം. വയ്യാത്ത ആളായിട്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് പിറ്റേന്ന് അളിയനും താത്തിമ്പാടെ പച്ചമരുന്നിൻ്റെ അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് കൊണ്ടുപോയി പിറ്റേന്ന് അന്ന് ഇളയമ്മ വന്നിരുന്നു മാടാനി കൊണ്ടുപോയി. നേരത്തെ കൊണ്ടുപോകുന്ന നേരത്താണ് ഇളയമ്മ വന്നിരുന്നു.
നമ്മുടെ അനിയത്തി ഉണ്ട് താത്താൻ്റെ അവിടെ താമസം. അപ്പൊ മാമി വരുമ്പോ എല്ലാരും വിളിക്കും. അപ്പൊ പറയുമ്പോ കുഴപ്പമൊന്നുമില്ല ഭേദമുണ്ടെന്നേ പറയുള്ളൂ. ആര് വിളിച്ചാലും ആർക്കും ഇത്ര സീരിയസ് അറിയില്ല. അന്ന് ഇളയമ്മ ഒന്ന് കണ്ടു നോക്കുമ്പോ ഇളയമ്മക്കും മനസ്സിലായി. ഇളയമ്മക്കാണ് കരച്ചിൽ തുടങ്ങി. ഇളയമ്മയും കരച്ചിൽ തുടങ്ങി. കണ്ടവിടെ നെഞ്ഞു പൊട്ടും പെട്ടെന്ന് കണ്ടാലേ. എന്നിട്ട് മാമാക്കും വലിയമ്മാക്കൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാനും ഉമ്മയും ഈ കുട്ടികളായിട്ട് പിറ്റേന്നാ പോന്നു. താത്ത ട്രെയിനിൽ തന്നു. പിന്നെയും വേണം ട്രെയിൻ ഇറങ്ങിയിട്ട് പേടി ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിന് ഇറങ്ങുമ്പോ ഒരു താത്തോട് പറഞ്ഞു സഹായിക്കാട്ടെ, ഞാൻ കുട്ടികളെ അവിടെ ഇറക്കി ഇരുത്തി വരുമ്പോഴത്തേന് നിങ്ങൾ ഉമ്മാനെ ഒന്ന് ഇങ്ങോട്ട് ഇതാക്കി തന്നെ കേട്ടോ. എന്നിട്ട് ഉമ്മ ഇറങ്ങിയിട്ടും ഇരുന്നിട്ടും ആ സ്റ്റെപ്പുമ്പോൾ ഞാൻ വലിച്ച് എടുത്ത് അങ്ങനെയൊക്കെ പാടെ അവിടെ ഇരുത്തി. എന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് എത്തണ്ടേ, സ്റ്റെപ്പ് വേണ്ടേ. അപ്പൊ പിന്നെ ഷൊർണൂർ വന്ന് ഇറങ്ങി നോക്കുമ്പോ ഒരു റെയിൽപാളം മുന്നടക്കാൻ. അത് കണ്ടു നോക്കുമ്പോ പിന്നെ സ്റ്റെപ്പ് കയറാതെ നമ്മക്കൂടെ മുന്നടക്കാൻ വിചാരിച്ചു. എന്നിട്ട് ആദ്യം കുട്ടികളെ കൊണ്ടുപോയി റെയിൽ മുറിഞ്ഞ ആളെ നിർത്തിൻ്റെ ചെറുതിന് 1 വയസ്സ്, മറ്റവനക്ക് 3 വയസ്സ്. അവര് റെയിൽമക്കൂടെ പിന്നാലെ വേരി വെച്ചിട്ട് പേടിയാവുന്നുണ്ട്. എന്നിട്ട് ഉമ്മാനേറ്റ് പോയി റെയിലോട്ട് വണ്ടി വേരി വെച്ചിട്ട് പേടിയാവുന്നുണ്ട്. റെയിൽവേ കൂടെ പെട്ടെന്ന് വണ്ടി ഉണ്ടായിരുന്നു ട്രെയിൻ അങ്ങനെ കടന്ന് ഓട്ടോയിൽ കയറി കുടിയിൽ വന്ന് ഓട്ടോയിൽ കടന്നിട്ടാണ് നമ്മ കുടിയിൽ വന്നത്. അതൊക്കെ പാടൊക്കെ ഇങ്ങോട്ട് അന്ന് ഞങ്ങൾ എത്തിയേക്കാ പിറ്റേന്നാണ് മാമി വല്യമ്മയും വന്നത്. മാമ എന്നെ ചീത്താറ ഇങ്ങനെ ഇടങ്ങാറായിട്ട് കുട്ടികളായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഒന്ന് വിളിച്ചൂടെ, ഒരു വണ്ടി പറഞ്ഞയക്കൂലേ, അല്ലെങ്കിൽ ആംബുലൻസ് പറഞ്ഞയക്കൂലേ, നമുക്ക് ഇരിക്കാന്ന് വെച്ചാൽ ട്രെയിനിലും കിടക്കുന്നതായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞൊരു വണ്ടി വിളിച്ച് പോകാന്ന്. ഉമ്മ പറഞ്ഞു വണ്ടി വിളിച്ച് പോകാൻ എത്ര പൈസ ആണോ? പൈസ എല്ലായിട്ടാണ് ഒരാളോട് പറയൂല. അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വിളിച്ച് കഴിഞ്ഞു. അപ്പൊ മാമ പറഞ്ഞ വണ്ടി ആംബുലൻസ് വിടൂലേ, നമ്മുടെ ആംബുലൻസ് ഇല്ല ഇവിടെ, പാർട്ടിയുടെ ആംബുലൻസ് ഉണ്ട്, അത് വിടൂല, ഒരു വാക്ക് തന്നെ ചീത്താറ്. ഞാനും പേടിടാ കൊറേ പറഞ്ഞു വണ്ടി വിളിച്ച് പോകാം. ഉമ്മ പൈസയുടെ കാര്യം ആലോചിച്ചിട്ട് ഉമ്മ വേണ്ട, എങ്ങനെയൊക്കെ ട്രെയിനിൽ പോകാറ്. ഒന്നും ഈ കഷ്ടപ്പാടന്നെ. ഞങ്ങളമ്മ ഒരു ദിവസം പോലും അരങ്ങത്തിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും. എന്താവശ്യത്തിന് അന്ന് ആ വയ്യാണ്ടേയും കൂടെ എന്നാ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കൂല. മാമാനോട് പറഞ്ഞ മാമ എന്തുവാണേ ചിരിച്ചു. അതുപോലെ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഇങ്ങനെ വഹിച്ചാൽ പോകാന് പൈസ ഇല്ല, ട്രെയിനിൽ എങ്ങനെ പോകും. എൻ്റെ താങ്കളോട് പറഞ്ഞാൽ അവന് പൈസ അവനോടും അവൻ വെച്ചാന്ന് അറിയില്ലേ, വെച്ചാത്തവന് അവനെ അറിയിച്ചിട്ടില്ല. അവനോടും പറയും കുഴപ്പമില്ല, ഭേദമുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ചാൽ ഞങ്ങളോട് പറയാനേക്കൂല. ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇങ്ങനെ വെച്ച വണ്ടി വിളിച്ച് പോകാൻ പൈസ അയച്ചാൽ അയച്ചു തരും. ഞങ്ങളോട് പറഞ്ഞില്ല. അങ്ങനെ വന്നോട്ട് മാമൻ എന്നെ ചീത്താറി. എൻ്റെ അടുത്ത് വെച്ച് ഞാൻ അന്ന് ഫോണില്ല, ഒരാൾക്ക് വിളിക്കാനോ പറയാനോ. ഉമ്മയുടെ ഫോണക്കാരും വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും പറയിച്ചിട്ട് തരില്ല, എന്നെ സംസാരിക്കും. മാമേ ഞങ്ങളൊക്കെ ആര് വിളിച്ചാലും ഞാൻ എന്തേലും പറഞ്ഞാലോ. പിന്നെ മാമ വന്നു പിറ്റേന്ന് തന്നെ. വന്ന അന്ന് തന്നെ മാമ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവര് പറഞ്ഞു തൃശ്ശൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് അതിന്റെ പിറ്റേന്നാണ് തൃശ്ശൂർക്ക് കൊണ്ടുപോയി. ആംബുലൻസിലാണ് തൃശ്ശൂർക്ക് കൊണ്ടുപോയത്. ആംബുലൻസിൽ കൊണ്ടുപോകണ അതിനാണ് ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്ക് എൻ്റെ പൈതങ്ങളായിട്ട് പോകുന്നത്. സങ്കടമൊന്നുമില്ല കേട്ടോ. എന്നാലും അന്ന് എൻ്റെ കുട്ടികൾ റെയിൽ മുറിഞ്ഞെടുത്തിട്ട് അവിടെ നിർത്തിയിട്ട് കുട്ടികളുടെ പിന്നാലെ വന്ന് വണ്ടിയൊക്കെ വന്ന് എന്തെങ്കിലും ചപ്പാവും വണ്ടി സൈക്കിൾ അങ്ങനെയൊക്കെ. അങ്ങനെ എൻ്റെ ഉമ്മയുടെ കഷ്ടപ്പാടുണ്ട് അങ്ങനെ ആയത്. അവരോടൊന്നും പറയൂല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും. എന്നിട്ട് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അവര് എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ചെന്നിട്ട് പിന്നെ റിസൾട്ട് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞിട്ടു. അപ്പൊ മാമ ഒറ്റക്ക് പോയിട്ട് റിസൾട്ട് വാങ്ങുമ്പോൾ ഞങ്ങളെ വെച്ച സൗകര്യം കുറവാണ്. ഞങ്ങളാ വാങ്ങിയ പഴയ വീട്ടിലും അതെ, വിറ്റ വീട്ടിലും അതെ, ചെറിയ ഓടുപെര വാങ്ങിയത്. അത് ബാത്റൂമൊക്കെ പുറത്താണ്. മൂത്രമൊഴിക്കാൻ പോകാൻ വയ്യ. കസാല ചോട്ടിൽ ബക്കറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ മൂത്രമൊഴിക്കുക, കുളിപ്പിക്കുക അവിടെ തന്നെ റൂമിൽ വെച്ചാൽ കട്ടിലിട്ട സ്ഥലവും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. മാമ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകാന്ന്. തൃശ്ശൂർക്ക് പിറ്റേന്ന് കൊണ്ടുപോയി. തൃശ്ശൂർ ഒരാഴ്ച കടത്തിയിട്ട് പിന്നെ മാമാർക്ക് കൊടുക്കും. അപ്പൊ മാമ പറഞ്ഞു തൃശ്ശൂർ മാമാർക്ക് കൊണ്ടുപോയി.
അങ്ങോട്ടുണ്ടായിരുന്നു റൂമിൽ തന്നെ ബാത്റൂമൊക്കെ ഉണ്ടല്ലോ. യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങോട്ടുണ്ടായി. അപ്പൊ അവിടെ ഞാൻ കുട്ടികളായിട്ട് മാമാടെ ഉമ്മാനെ നോക്കാൻ യൂറോപ്യൻ ക്ലോസറ്റിന് എത്തിയിട്ട് കുളിപ്പിച്ചു കൊടുക്കും. ഒരു ദിവസം കുളിച്ചാൽ ഒരു ഉഷാറുണ്ടാവും. ദിവസം കുളിപ്പിച്ചു കൊടുക്കും വെള്ളം ചൂടാക്കിയിട്ട്. പെരയിലാവുമ്പോ കട്ടുമ്മ കടത്തിയിട്ട് ഒരു ഭാഗം ചെരിച്ചടത്തിയിട്ട് ഒരു ഭാഗം കുളിപ്പിച്ച് ആ വെള്ളം തുടച്ചെടുത്ത് ഷീറ്റ് വിരിച്ചിട്ട് വെള്ളം തുടച്ചെടുത്ത് മറ്റേ ഭാഗം വെള്ളം ഒഴിച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് ചളിയൊക്കെ കണ്ട് വെള്ളം ഒഴിച്ച് ആ വെള്ളം തുടച്ചെടുത്ത് പിന്നെ ഈ ഭാഗം തോർത്തി അങ്ങോട്ട് കടത്തി ഈ ഭാഗം അങ്ങനെയൊക്കെയാണ് കുടിയില് മാമാൾക്കുണ്ടായപ്പോ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റും വരുത്തിയിട്ട് കുളിപ്പിച്ചിട്ട് നേരെ റാഹത്തിൽ ഇതില് നീച്ച് നിർത്തിയിട്ട് അരക്കനീ പൊട്ടും കഴുകും. അങ്ങനെ കഴിഞ്ഞ് പിന്നെ മാമാനോട് റിസൾട്ട് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ടോ 20 ദിവസം കഴിഞ്ഞിട്ടോ. അപ്പൊ മാമ അതിന് പോയി. അപ്പൊ പറഞ്ഞു ഒന്നുകൂടി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ മാമാട് പറഞ്ഞു ക്യാൻസറാണ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, മാമ പറഞ്ഞു ഞങ്ങൾ മരിച്ചതിന്റെ ശേഷം അറിയുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഒന്നുകൂടി കൊണ്ടുപോകാൻ. അപ്പൊ പിറ്റേന്ന് പിന്നെയും റിസൾട്ട് വാങ്ങി വന്നതിന്റെ പിറ്റേന്ന് പിന്നെയും കൊണ്ടുപോയി. 20 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വാങ്ങി വന്നിട്ട് പിന്നെയും കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് പിന്നെ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. കുത്തിയെടുത്തു, ശ്വാസകോശത്തിലാണ്. കുത്തിയെടുത്ത് നോക്കുമ്പോ പിന്നെ ഉമ്മാക്ക് ഇതാണ് ഇഷ്ടമല്ല. കുത്തിയെടുക്കാൻ കൊണ്ടുപോകുമ്പോഴൊക്കെ കുറേ മാമാനോട് പറഞ്ഞു വൈക്കുച്ചെങ്കിൽ ഞാനിവിടെ നീച്ചോടും പിന്നെ ഇനി കുത്താൻ കൊണ്ടുപോകണം വേണ്ട കുറേ പറഞ്ഞു. എന്താന്ന് അറിയണ്ട, നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ നോക്കണ്ടേ. മാമ കൊണ്ടുപോയി കുത്തിയെടുത്തു. ആ കുത്തിയെടുത്തതിന് ശേഷം പിന്നെ ഉമ്മാക്ക് കണ്ണും കാണില്ല. അതുപോലെ കണ്ണാണ് വർത്താനം പറയാൻ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. വെജ തിന്നാനും വെജ ഒന്നിനും വെജ കടക്കന്നെ തളർന്ന് കടക്കന്നെ വേദനിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി മൂളും. അങ്ങനെ ഗുളികയൊക്കെ കൊടുത്താൽ കുറച്ച് ആശ്വാസമാണ്. അങ്ങനെ കുത്തിയെടുത്ത് നോക്കുമ്പോ പിന്നെ പറഞ്ഞു RCC കൊണ്ടായിരുന്നു. RCC കൊണ്ടുപോകുമ്പോ പിന്നെ അപ്പൊ എല്ലാരും പറഞ്ഞു അപ്പൊ അപ്പോഴും ഞാൻ കേട്ടോ അവിടെ ആദ്യം കൊണ്ടുപോയപ്പോൾ പിന്നെ കൊണ്ടുപോയപ്പോൾ RCC കൊണ്ടുപോകണം പറഞ്ഞപ്പോ പിന്നെ എല്ലാരും പറഞ്ഞു പൈതങ്ങളായിട്ട് ഇച്ച് പോണ്ട. അപ്പൊ മൂത്ത താത്തി രണ്ടാമത്തെ താത്തയൊക്കെ വന്നു. പിന്നെ മാമി ഇപ്പൊ ഈ പറയും പോലെ ഒന്നിനും ഉണ്ടാവില്ല. എവിടെയൊക്കെ കാരം മാനസികാരോഗ്യല്ലേ. ഞാന് വാർഡിലട്ടമായിട്ട് കണ്ടത്. എന്നിട്ട് ഒരു ആസ്പത്രിക്കാര് ഇപ്പം കുട്ടികൾക്കായിട്ട് ഒരു വെറ്റ് ഉമ്മാക്ക് അങ്ങനെ 2 വെറ്റാണ് തന്നിട്ടുണ്ട് വാർഡിൽ. അങ്ങനെ തരൂലല്ലോ ഒറ്റക്ക് കുട്ടികളെ പാവം തോന്നിയിട്ട്. ഒരു വെറ്റില് കുട്ടികളും കിടക്കും, ഒരു വെറ്റില് ഉമ്മ കിടക്കും, ഞാനും കിടക്കുക. ചിലപ്പം ഉമ്മാർക്ക് കിടക്കും, ചിലപ്പം കുട്ടികൾക്ക് കിടക്കും. അങ്ങനെ കഴിഞ്ഞ് കുറേ ദിവസം ആസ്പത്രി കഴിഞ്ഞു. പിന്നെ RCC കൊണ്ടാകാൻ പറഞ്ഞപ്പോൾ പിന്നെ അയച്ചു പോകണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടത്തികളെ പറഞ്ഞയച്ചു. അവിടെ എത്തിയത് നോക്കിയേക്കും. അപ്പൊ ഞാൻ എന്നെ കുടിയേക്കും പറഞ്ഞു. അവര് അങ്ങോട്ടും പോയി RCCക്ക് എന്നെ കുടിയേക്കും പറഞ്ഞയച്ചു. എന്നിട്ട് ഞാൻ കുടിയിലെത്തി. ഇവിടെയൊക്കെ നേരാക്കി അവിടെ അടച്ചു പൂട്ടിയിട്ട് മാമാടലിരുന്നു ഞങ്ങൾ. അവിടെയൊക്കെ ഉള്ളും പുറമൊക്കെ തട്ടലും കൊട്ടലും നേരാക്കലും ഒക്കെ കഴിഞ്ഞു. മൂന്തിയായപ്പോണ്ട് വിളിക്കുന്നു ഇവിടെ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു, ഇനി കടത്തണ്ടന് വീട്ടിൽ കൊണ്ടുപോയി കടത്താനാ പറഞ്ഞു. വീട്ടിൽ കടത്താനാണ്. അപ്പൊ ഒന്നുകൂടി തളർന്നു. എന്താണാവോ വെച്ചിട്ട് പിന്നെ പോന്നു പറഞ്ഞു. പിന്നെ രാത്രി 1 മണിക്ക് 2 മണിക്കായിട്ട് ഇവിടെ എത്തിക്കും. പെരയിലെത്തിക്കണം പോന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തണ്ടേ. എന്നിട്ട് ഇവിടെ എത്തി. പിറ്റേന്ന് തന്നെ എൻ്റെ ആങ്ങളിനെ ഇളയമാടെ മോനെ കൊണ്ടുപോയിക്കണം. അവനക്ക് മാമ വിളിച്ചു അവനെ പറഞ്ഞയക്ക് പറ്റിച്ചെങ്കി വന്നിട്ട് അവനോടും പറഞ്ഞു. പറഞ്ഞോട് കൂടെ ടിക്കറ്റ് എടുത്ത് അവനോട് പറഞ്ഞതിനോട് കൂടെ ഇളയമാടെ മകൻ ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുപോകുകയും ചെയ്തു. ഇജ്ജ് പോയിക്കോ പറഞ്ഞിട്ട് പിറ്റേത്തെ പ്ലെയിനിന്. അവന് ആ ടിക്കറ്റ് സമയമില്ല. പിന്നെ വേഗം ഒരുങ്ങി പോന്നു. പിന്നെ പ്ലെയിനിൻ്റെ അവിടെ എയർപോർട്ടിലേക്ക് എത്തേണ്ട ആ ടൈമിനെ ഉള്ളൂ. വേഗം പോന്നു. കേറുമ്പോ ഞങ്ങൾക്ക് വിളിച്ചു. ഞാൻ കേറാണ് കേട്ടോ, പ്ലെയിനിൽ കേറുകയാണ്. അപ്പൊ മഴ കൊണക്കന്നെ വിളിക്കട്ടോ. അപ്പൊ ആയിക്കോട്ടെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, സമാധാനത്തിൽ വന്നിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ പാട്ട് വെച്ചു. അപ്പോൾ ഞങ്ങൾ കാര്യം തന്നെ ഒരാൾ പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ മറ്റാളെ പുറത്തും കാര്യമൊക്കെ ഒരാൾ പറയുമ്പോ മറ്റാള് കാര്യം മഴ എടുത്തുന്ന കാര്യമില്ല. ഞങ്ങൾ ഒഴിഞ്ഞ് നിൽക്കുന്ന റൂമിലല്ലേ. ഒരു സമയം ആലോചിക്കാൻ വെച്ചാൽ സുഖത്തിൽ ജീവിച്ച് മരിച്ചിങ്ങനെ നമുക്ക് സഹിക്കൂടെ. കൂടെ ജീവിതമൊക്കെ ഞങ്ങൾ ഓർമ്മിച്ച് മുതലേക്ക് ഉമ്മാക്ക് കഷ്ടപ്പാടാണ്. ഈ മക്കളുടെ കാര്യത്തിലും
അങ്ങനെ ഓന് പിന്നെ പുലർച്ചെ ഓനെത്തി പിറ്റന്ന് 2 മണി 3 മണിയൊക്കെ ആയിണ്ടാവും. അവനെത്തിയേക്ക് അവനുണ്ട് ഒരു കരച്ചില് കണ്ട് ഉമ്മാനെ കണ്ടിട്ട്. ഉമ്മാനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് പിന്നെ പിറ്റേന്ന് തുടങ്ങി അവര് ഓരോരുത്തരും അങ്ങോട്ട് കൊണ്ടുപോയേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയേക്ക് തങ്ങന്മാര് മൊയിലിമാര് പച്ച മരുന്ന് വലിയ ഒക്കെ കൊണ്ടുപോയി. ആങ്ങള അവൻ വന്ന് ഒരു മാസം തികയണ അന്ന് മരിച്ചു. ഷഹബാനില് 10 വർഷമായി ഇപ്പൊ. ഈ ഷഹബാനിക്ക് 10 വർഷമായി. 10ാമത്തെ മൗലൂദും കഴിഞ്ഞു. എന്നിട്ട് എന്നോട് പറട്ടോ കുട്ടികളെ നോക്കണം, ചെക്കന്മാരെ നോക്കണം, ചെക്കന്മാരെ നോക്കണം, ചെക്കന്മാരെ എപ്പോഴും പറയും. എന്നിട്ട് പിന്നെ മരിച്ചു നോക്കുമ്പോ എല്ലാരും പറഞ്ഞു എന്റെ കുട്ടിയൊന്ന് സ്കൂൾക്കൊന്നും ആക്കിയില്ല, ഇജ്ജ് ഇവിടെ നിന്നോ. പനിയായിട്ട് പെണ്ണ് കെട്ടിക്കണമെങ്കിൽ ആർക്കും ഇഷ്ടമല്ല. പെണ്ണ് കെട്ടിച്ച ആ പെണ്ണും കഷ്ടം, അത് നമ്മൾ കണ്ടു. അപ്പൊ എന്റെ കഷ്ടപ്പാട് ഞമ്മടെ കഷ്ടപ്പാടിനെ കണ്ടിട്ട് അപ്പൊ പിന്നെ പനിയെ കൊണ്ട് കൊണ്ടിട്ട് ആർക്കും അങ്ങനെ പറയൊക്കെ ചെയ്തു. ആർക്കും ഞങ്ങൾക്കും അതെ ഉമ്മാന്റെ കഷ്ടപ്പാട് ആലോചിച്ചിട്ട് ഇനി ഒരു പെണ്ണിന് ആ കഷ്ടപ്പാട് ഉണ്ടാവണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ കുട്ടികളത്തെ ഒരാളും ആണേന് ഇപ്പൊ എല്ലാവരും ഇത് നിന്നോ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. എന്റെ കൊണ്ട് സ്കൂൾ ആക്കിയിട്ട് അതിലായിട്ട് ആ വർഷം LKG-യിലാക്കി. മൂത്ത കുട്ടീനെ LKG-യിലാക്കി. പിന്നെ അവിടെ തന്നെ ആയി. അപ്പൊ ഇവർക്കും സമ്മതം തന്നെ, എന്റെ മാപ്പിളക്കും ഇവിടെ ഉള്ളവർക്കും എന്നുണ്ടല്ലോ. പെരുമ മരിക്കാണ്ട് പിന്നെ സ്ഥലം മേടിച്ചിട്ടു. ആ പണ്ടം മേടിച്ചു തന്നില്ല. സ്ഥലം പണത്തിന് സ്ഥലം പണം മേടിക്കണ കൂട്ടന്നെ വേണ്ടില്ല, സ്ഥലം മേടിച്ചു തന്നു. 5 സെന്റ് സ്ഥലം. സ്ഥലം നോക്ക് പറഞ്ഞിട്ട് നല്ല സ്ഥലം കിട്ടാണ്ട് നോക്കാൻ വേണ്ടിട്ട് ഇവര് നോക്കിയില്ല. ഞാൻ തന്നെ ആരോടൊക്കെ ചോദിച്ചുമ്പോ എന്റെ മുത്തച്ഛി അവിടെ അടുത്ത സ്ഥലം ഉണ്ട്, അതിക്കാച്ച വഴിയില്ല, വഴിയൊക്കെ വരും മേടിച്ചോളൂ പറഞ്ഞു. അപ്പൊ അത് മേടിച്ചു. ഇപ്പോഴും വഴി വന്നിട്ട് 10-12 കൊല്ലായി. ഇപ്പോഴും എനിക്ക് വഴിയില്ല. ഇനിയിപ്പോ അങ്ങോട്ടിപ്പോ 9 വർഷം അവിടെ നിന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആങ്ങളെ പോയി, ഇവിടെ 40 ആങ്ങളെ പോയി. അവർ പൈസ അയക്കും, പുതിയ സാധനം മേടിക്കും, ഇറച്ചി മീൻ സാധനങ്ങളൊക്കെ മേടിക്കും. ഇങ്ങനെ കഴിയും. അത് അയക്കുമ്പോ പൈസ കൊടുക്കും. അങ്ങനെ കഴിയായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് മുട്ടായി തിന്നാൻ പറ്റില്ല. എന്റെ മകൾക്ക് മുട്ടായി തിന്നാൻ പറ്റില്ല. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചീത്ത പറയും, ഉമ്മച്ചി കാരണപ്പച്ചി മുട്ടായി മേടിച്ചു തരുന്നില്ല, അപ്പച്ചി വരുന്നില്ല, അങ്ങനെയൊക്കെ പറട്ടോ. അപ്പൊ അവിടേക്ക് വരുന്നില്ല വെച്ചെങ്കിൽ അതിലടക്കം അവര് കച്ചറ കാട്ടി വന്നിട്ട് എന്താ ഫോൺ അടവിന് മേടിച്ച് വിറ്റിക്ക. എന്നിട്ട് അടക്കണമില്ല, അവര് മുങ്ങും ചെയ്തിക്ക. എന്നിട്ട് ഇവിടെ വന്ന് ചോദിക്കുമ്പോ എന്റെ കൂടെ അവിടെ ചോദിച്ചിട്ട് എന്റെ കൂടിക്ക് തേരഞ്ഞു വന്നിട്ട്. അപ്പൊ അങ്ങനെ ഞാനും അവര് അങ്ങോട്ടും വർത്താനം തെറ്റി വരല് മാറി. അങ്ങനെ 4 കൊല്ലം വന്നില്ല. അതാണ് ഇവള് പറഞ്ഞു, ഉമ്മച്ചി കാരണപ്പച്ചി വരുന്നില്ല, മുട്ടായി തിന്നണില്ല. പുതിയത് മുട്ടായി എടുക്കാതിരിക്കുമല്ലോ, മുട്ടായി മേടിച്ചാൽ കടം പൈസ അധികമാണെന്ന് അറിയില്ലല്ലോ. പിന്നെ അങ്ങനെ അപ്പൊ അവളെന്നെ ഉപ്പച്ചിനോട് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുക പറഞ്ഞ് വാടക വീട് നോക്കുക. ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞിരുന്നു, കേട്ടില്ല. അതോ എന്നിട്ട് അവള് പറഞ്ഞു നോക്കുമ്പോ വാടക വീട് എടുത്തിട്ട് ഈ വീട് അങ്ങനെ നോക്കി. ഞങ്ങള് വന്ന് നോക്കി 4 ദിവസം കൊണ്ട് വന്നു. അത് അവർക്ക് എന്നെ അവിടെ ആക്കിയിട്ട് 9 വർഷം ഇവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ കുട്ടികളെ കാര്യത്തിൽ ഒരു ചെലവുണ്ടായിട്ടില്ല. ഭക്ഷണത്തിന്റെ ആയാലും പഠിപ്പിന്റെ ആയാലും സർക്കാർ സ്കൂളിലല്ലേ. അടുത്ത സ്കൂളിൽ ചേർത്തി വെക്കുമ്പോൾ ഞാൻ രാവിലെ കൊണ്ടാക്കും കൊണ്ടും. പിന്നെ അവിടുന്ന് 5ക്ക് മാറ്റി ചേർത്തി വെക്കുമ്പോൾ ബസ്സിന് പൈസ കൊടുക്കാൻ 5ാം ക്ലാസ്സിലത്തെ ബസ്സിന് പൈസ കൂടിയിട്ട് ഞാൻ എൻ്റെ കമ്പനിന്റെ സ്റ്റഡ് ഉണ്ടായിരുന്നു, അത് പണയം വെച്ചിട്ട് കൊടുത്തു. 6ക്ക് എത്തിയേക്കുമ്പോൾ വിറ്റിട്ട് കൊടുത്തു. എന്നിട്ട് അവന് 7ക്ക് എത്തി, മോള് പിന്നെ 5ക്ക് ചേർത്തു. ചേർത്ത് ഞാൻ എങ്ങനെ ബസ്സിന് പൈസ കൊടുക്കാന്ന് വിചാരിച്ചു ചേർത്തു. ഒരു കമ്മലിന്റെ സ്റ്റഡ് ഉണ്ടാകുന്നുള്ള അത് പോയി. തൂക്ക് പേര് കല്യാണം കഴിഞ്ഞേക്ക് ഉമ്മ കണ്ടം കൊണ്ടേക്ക് ആക്കി വരുത്തിയിരുന്നു, തൂക്കും പൈസ. അപ്പൊ ഉണ്ട് വേറൊരു സ്കൂളിൽ നിന്ന് അവർക്ക് ആളില്ലായിട്ട് കുട്ടികളെ ഫ്രീ ആയിട്ട് ബസ്സും ബാഗും നോട്ട് ബുക്കും ചോറ്റും പാത്രവും ഭക്ഷണം ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഞാൻ ആ മോനെ വെട്ടിട്ട് അവരെ സ്കൂളിലേക്ക്, അവിടെ 7 വരെ ഉള്ളു, 7 ആക്കാച്ചിട്ട് ഇവളെ മറ്റോടത്തോണ്ടായിട്ട് ചേർത്തിന്ന് മോനാക്കി കൊടുത്തു. അങ്ങോട്ട് കേൾക്കുമ്പോ അവര് പറഞ്ഞു അപ്പൊ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു നോക്കുമ്പോ അങ്ങനെ അവര് ഫ്രീയൊക്കെ ബസ്സൊക്കെ ഫ്രീ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചു. PTA പ്രസിഡന്റ് ആൾക്കാരൊക്കെ കൂടി, PTA പ്രസിഡന്റും കമ്മിറ്റിക്കാരൊക്കെ കൂടി അങ്ങനെ പറഞ്ഞു, എന്റെ കുട്ടീനെ 5ലാക്കിയിട്ട് ഞാൻ എന്റെ കമ്മല് പണയം വെച്ചിട്ടാണ് ബസ്സിന്റെ പൈസ കൊടുത്തത്. 6ന്ന് അത് വിറ്റു, മട്ടാ പൈസ കൊടുത്തു. 7ന്നൊക്കെ ഒരു വഴിയില്ല, 2 ആളെ പൈസ കൊടുക്കണം. മോളിയും കൊടുക്കണം മോനെ. അതിന് എന്താ വേണ്ടത് നിശ്ചയം എന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ച മടി ചമ്മലൊക്കെ ആയിട്ട് പോന്ന് ശരിയായിട്ടില്ല. പോണം മോനെ തന്നെ ആയിരുന്നു.
അപ്പൊ പിന്നെ അവര് ഫ്രീ ആക്കി തരാൻ പറയുമ്പോ ഞാൻ അങ്ങോട്ട് ആകാശത്തൊക്കെ പറ്റായിട്ടാണ് പറഞ്ഞു. അപ്പം അവര് വന്ന് പറയണ്ടേ പറഞ്ഞാലേ അപ്പൊ ഞങ്ങൾ അറിയുള്ളൂ. ഇന്ന് ഇവിടെ എല്ലാം കൂടി ആയിട്ട് പിന്നെ ഒരു ബാഗ് നോട്ട് ബുക്ക് അല്ല, അതിന്റെ മുന്നേ നോട്ട് ബുക്ക് ഒക്കെ അതിന്റെ അനിയത്തിയൊക്കെ മേടിച്ചു കുട്ടികൾക്ക്. എന്നിട്ട് അതൊക്കെ ഫ്രീ ആയി തന്നു കേട്ടോ. യൂണിഫോം കൂടിയാണ് അടിക്കണേ പൈസ ആണ്. എന്റെ കുടിയിൽ ഒരു സെക്കൻഡ് മെഷീൻ ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ പഴയ യൂണിഫോം തേച്ച് അതേപോലെ അളന്ന് വെട്ടി ഞാൻ തന്നെ അടിക്കും. എനിക്ക് തൃപ്തിയൊന്നും ഉണ്ടാവില്ല, കേട്ടോ അവൻ ഇട്ടു അങ്ങനെയൊക്കെ അവൻ ഇട്ടുപോയി. അങ്ങനെയൊക്കെ എന്താ ഇവര് വിചാരം, വരെ പാടത്തേക്ക് എത്തിയവര് സുഖാവുന്ന പാടത്തേക്ക് ഇപ്പൊ ഇവിടേക്ക് എത്തി നോക്കുമ്പോ ഇവിടെ സൗകര്യം ഒരു റൂമും കേറി വരുന്ന ഭാഗം അവിടെ ഗ്യാസ് വെക്കണം, അടുപ്പില്ല കേട്ടോ. ഗ്യാസ് ഇല്ലായിട്ട് എന്റെ കുടിയിൽ 2 ഗ്യാസ് കുറ്റിണ്ടായിരുന്നു, ഒരു കുറ്റി കൊണ്ടുനിക്ക ഒരടുപ്പ് അനിയത്തിയുടെ അടുപ്പ് തന്നു അങ്ങനെ വന്നത്. അവിടുന്ന് ആകുമ്പോ രാത്രിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കടി, ഇഷ്ടപ്പെട്ട ചാറ്, വൈകുന്നേരം ഇഷ്ടപ്പെട്ട ചോറ് കൂട്ടാൻ, ഉച്ചക്ക് വൈകുന്നേരത്ത് ഇഷ്ടപ്പെട്ട കടി. ഇവിടെ ആകുമ്പോ അവർക്ക് ഒന്നും ഇപ്പൊ ഇഷ്ടപ്പെട്ട അവരെ മുട്ടായി മേടിച്ചു കൊടുക്കും, മുട്ടായി കൊണ്ട് അവർക്ക് ആയില്ലല്ലോ. അപ്പൊ ഇവർക്ക് ഒന്നുമില്ല, അപ്പൊ ഇവര് മലങ്ങിക്ക. അപ്പൊ നമുക്ക് അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു, അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു രണ്ടാളും പറയും. വാപ്പാക്ക് സിസർ കളിക്കണം, ഗെയിം കളിക്കണം, എന്നെ വാപ്പാക്ക് പണിക്ക് പോയാതുകൊണ്ട് എങ്ങനെ പോയി കോലത്തെ പേരാവും നിൽക്കാറില്ല. കൊറേ കടങ്ങൾ മേടിച്ച് കൂട്ടിക്കണം. 9 വർഷം കൊണ്ട് ഞാൻ അറിയാതെ അടവ് കിട്ടുന്ന അടവൊക്കെ എടുത്തു, നടക്കണില്ല. ലോണ് ഇളയച്ച ഓന്റെ കല്യാണത്തിന് ലോൺ എടുത്തിരുന്നു, അത് വന്നിട്ട് പുതുക്കാൻ പറഞ്ഞു നോക്കുമ്പോ എന്താട്ടിക്കണം, ഇവരും പുതുക്കിയിട്ട് കുറച്ചും കൂടി ഇവരും എടുത്തു. ഇവരെ ഇതില്ല. പിന്നെ ഇളയച്ചത് അവസരം മേടിച്ച് പണി വെച്ചിരിക്കാണെന്ന് ഇവര് പറഞ്ഞു, അവള് കണ്ട് വിറ്റിക്കാണ്. ഇവര് കണ്ട് 3 പവന്ന്, അവള് പറഞ്ഞു 4 പവന്ന്. അത് അങ്ങനെ ഒരു കട. ഫോണ് അടവിനെടുത്തിട്ട് ഫോണ് വിറ്റിക്കണു, അടക്കണില്ല. അത് വണ്ടി അടവിനെടുത്തിട്ട് വണ്ടി വിറ്റിക്കണു, അടക്കണില്ല. വേറൊരു ആള് ജാമ്യം നിന്നിട്ട് ലോൺ എടുത്തിക്കണു, അത് അടക്കണില്ല. കൊറേ കടണ്ട് വെറുതെ ആക്കിച്ചാണ്. തറ ഇട്ടിട്ടില്ല, ഒരു അതിരിട്ടിട്ടില്ല. ഇനിയിപ്പോ ഒരു തറ ഞാൻ ഒരു കക്കൂസലും കയറ്റി അതില് മറിച്ചിട്ട് പോയിരിക്കാന്ന്. ഈ വാടകക്കാർ ഒരു ദിവസം തെറ്റിയാ വരും, വാതിൽമുട്ട് ഇറങ്ങിപ്പോയിക്കോളിയും പറയും, കേൾക്കാൻ പറ്റില്ല. ഒരു കക്കൂസില്ലാതെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പേരാണ്. കക്കൂസില്ലാതെ എങ്ങനെ നമ്മളതിൽ പോയിരിക്കുക. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് വന്നപ്പോ തുടങ്ങിയ പറിച്ചത് ഒരു കൂട്ടോ ഇല്ല. പണിക്ക് കൊണ്ട് 1 ഉറുപ്പ്യ ഒരു കുറിക്ക് കൂടാനോ എൻ്റെ തീർത്തക്കാനോ തരുന്നില്ല. ചോദിച്ചാ 100 200 തന്ന 2 ദിവസം ഞാൻ അങ്ങോട്ട് തന്നെ വിളിക്കും, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങോട്ടില്ല. അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത കഥ. എങ്ങനെ എൻ്റെ കുട്ടികൾക്ക് ഒരു പേരാകുമെന്ന് അറിയില്ല. പഞ്ചായത്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, പാസ്സായാലും വേണ്ടേ നമ്മുടെ കയ്യിൽ പൈസ, തറടണം. അവർ 4 തരി വെച്ചാൽ 4 നമ്മുടെ കയ്യിലും വേണ്ടേ. വഴിയില്ലാതിരിക്കുകയാണ്. അപ്പൊ എന്താ കാട്ടേണ്ടതെന്ന് വെച്ചില്ല. ജീവിതം അങ്ങനെ പോണു. ഇപ്പൊ മക്കൾക്ക് ഇവിടെ വന്നപ്പോ മതിയായി, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. അവിടെ ഇപ്പൊ കാലാകാലം നിൽക്കാൻ പറ്റും, അവർക്കും ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അവസ്ഥയിൽ ചെയ്യാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്നിപ്പോ ഞാൻ ഇങ്ങനെ ഇത് തുടങ്ങിയ ഞാൻ സപ്പോർട്ട് ചെയ്യും. 4000 വാച്ച് അവർ ആയാലേ ഇപ്പൊ മോണിറ്റേഷൻ ആകുള്ളൂ. മോണിറ്റേഷൻ ആയാലും പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ എന്തേലൊക്കെ കിട്ടുമോ നോക്കണം. പിന്നെ നമ്മള് ഈ പാവങ്ങളല്ലേ, പാവങ്ങളെ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ലല്ലോ. വലിയ വലിയ പെരയിലൊക്കെ ഇരുന്ന് സൗകര്യം തോടൊക്കെ ഇടുന്നവരൊക്കെ എല്ലാരും കാണും, നല്ല സംസാരിക്കും, ചാടിക്കളിക്കൊക്കെ ചെയ്യണേ. നമുക്ക് അങ്ങനെ ചീലിച്ചിട്ടുമില്ല, പഠിഞ്ഞിട്ടുമില്ല. അത് തന്നെ ഇപ്പൊ മടിച്ചിട്ടാണ്, വൃത്തികേടോണ്ടാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഏത് കാണുന്നവരൊക്കെ അറിവിൽ ആരെങ്കിലും സഹായിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ തരാം, സഹായിപ്പിച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇടാം. ഇതിന്റെ ഉപകാരമായിരുന്നു. അല്ലാതെ ഒരു വഴി കടം മേടിച്ചാൽ വീട്ടാനും മാപ്പിള തരൂല. അവർക്ക് ഇനി എവിടുന്നും കടം കിട്ടൂല, ഒക്കെ കടം മേടിച്ച് അടക്കാതിരിക്കും. ഞാൻ കടം മേടിച്ചാൽ വീട്ടാനും തരൂല. ഞാൻ എന്താ ചെയ്യ എൻ്റെ മക്കളായിട്ട്. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞപ്പോൾ ഒരു വിഷക്കുപ്പി മേടിച്ചുകൊണ്ട് ഞങ്ങൾ അറിയാതെ എനിക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ വയ്യായി എൻ്റെ മക്കളായിട്ട്. അള്ളാനും റസൂലും വിചാരിച്ചിട്ട് ജീവിക്കും. പഠിച്ചു വന്ന ജീവൻ പഠിച്ചവനെ എടുക്കാം. നിങ്ങളൊന്നും അറിയാതെ നിങ്ങൾ ഒരു വിഷക്കുപ്പി വാങ്ങിക്കൊണ്ട് ഒന്ന് കൊന്നുതരും. ഇന്നലെയും കൂടി ഞാൻ എൻ്റെ മാപ്പിളോട് ചോദിച്ചു, അല്ലെങ്കിൽ
അത്രയും ഇടങ്ങറില കഴിയുന്നു. എന്തെങ്കിലും പണിക്ക് പോകാം, അതിന് ഒന്നുകൊണ്ട് ലെവലായി കിട്ടുന്നില്ല. ഇൻഷാ അള്ളാ അതൊന്ന് കണ്ടിട്ടുണ്ടാവും കരുതി ഇങ്ങനെ ജീവിക്കുകയാണ്. ചെറുപ്പം തുടങ്ങിയ ജീവിതമാണ് അത്. ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടാൽ വലുതായ സുഖമാണെന്ന് എല്ലാവരും പറഞ്ഞു. വലുതായപ്പോൾ അതിൽ വലിയ മക്കളുടെ കഷ്ടപ്പാടോടും കാണുന്നുണ്ട് വന്നു. ചെറുപ്പത്തിൽ നമ്മുടെ കഷ്ടപ്പാട് സഹിച്ചാൽ മതി. ഉമ്മാക്കായിരുന്നു ഈ അവസ്ഥ. അപ്പോൾ ഉമ്മയുടെ ഉപ്പാക്ക് മാനസികമാ കൊണ്ട്, ഇതിപ്പോൾ മാനസികമൊന്നുമില്ല കേട്ടോ, അത് വേറുള്ള ഇതാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി. ഒന്നും വേണ്ട, ആള് സപ്പോർട്ടായി കടം മേടിക്കാനും ചെയ്യാനും ഇപ്പൊ തെണ്ടിക്കണ പൈസ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാച്ചെങ്കിൽ എത്ര സമാധാനം ഉള്ളതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കഴിയുന്നത്. ഭക്ഷണം ഉണ്ടെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ തിന്നാതിരിക്കുക. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. മക്കൾ ഇടങ്ങാറായി. എൻ്റെ മക്കൾ ഇടങ്ങാറാകുമ്പോൾ അധികം ഇടങ്ങാർക്ക്. അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ ഉൽപ്പന്നങ്ങളൊന്ന് കൊടുക്കും, ഒന്ന് അറിയിക്കൊണ്ടു ഇതിന്റെ വിഷയങ്ങൾ. അപ്പം എന്നാൽ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.